ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025, അതായത് 15-12-2025 നടന്ന അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആറാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലി ഇപ്പം നടന്ന ഹാഫ് ഇയർലി എക്സാമിന്റെ 15-12-2025 നടന്ന നിങ്ങളുടെ ആദ്യത്തെ എക്സാമിന്റെ ചോദ്യപേപ്പർ വിശകലനമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിലൂടെ ആൻസർ കീ എന്ന് എല്ലാവരും ഒന്ന് ആൻസർ കീ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ഉടനെ തന്നെ ആൻസർ കീ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ല രീതിയിലെല്ലാം ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതിയിട്ടുണ്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാലോ, 2 മണിക്കൂറിൻ്റെ എക്സാം ആയിരുന്നു അടിസ്ഥാന പാഠാവലി 6ാം ക്ലാസ്സിൻ്റെ. ആദ്യം തന്നെ നിങ്ങൾക്ക് വായിക്കാം എഴുതാം എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഹരി എന്നാണ് നാടകത്തിൽ നിന്റെ പേര്. കസേരയിൽ ഇരിക്കുന്ന സാറാണ് നിന്റെ അച്ഛൻ. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ട് നീ അച്ഛനോട് പറയണം. സാർ വായിച്ചു തന്നു. അച്ഛൻ വരുമ്പോൾ എനിക്കൊരു ഓണമുണ്ടും ഓടക്കുഴലും വാങ്ങിക്കൊണ്ടു വരണം. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. പക്ഷേ ആ ശബ്ദം മാത്രം പുറത്തേക്ക് വരുന്നില്ല. എന്റെ ധർമ്മസങ്കടം ആരറിയാൻ? ഇന്നലെ വരെ പേടിയോടെ നോക്കിയിരുന്ന സാറിന്റെ മുഖത്ത് നോക്കി അച്ഛാന്ന് എങ്ങനെ വിളിക്കും? അമ്പരപ്പ് കൊണ്ടും നാണം കൊണ്ടും കൈകൾ പിന്നിൽ കെട്ടി തറയിൽ നോക്കി നിൽക്കുകയാണ് ഞാൻ. എടാ പറയടാ. അധ്യാപകരുടെ ആക്രോശം പല ഭാഗത്തു നിന്നും അതെന്നെ പൊതിഞ്ഞു. ശരീരത്തിന് ചൂട് കൂടി വന്നു. ശ്രുതിയും താളവും ഇല്ലെന്ന് പറഞ്ഞ് സാറിന്റെ മുഖം ഉള്ളിൽ മിന്നി മറഞ്ഞു. കസേരയിൽ ഇരിക്കുന്ന സാറിനെ നോക്കിയില്ല. കണ്ണുകൾ ഇറുക്കി അടച്ച് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, അച്ഛൻ വരുമ്പോൾ എനിക്കൊരു ഓണമുണ്ടും ഓടക്കുഴലും കൊണ്ടുവരണം. ആരും ഒന്നും മിണ്ടിയില്ല. ഒരു നടൻ ജനിച്ച മുഹൂർത്തമായിരുന്നു അത്. പിഴവുകളോടെയെങ്കിലും ഒരു നവജാത നടൻ. അഭിനയത്തിന്റെ പടവുകൾ മുരളി. ഓക്കെ, അപ്പൊ മുരളി എന്ന സിനിമാ നടന്റെ ആണ് കേട്ടോ ഇത്. അപ്പൊ മുരളി അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഇതിൽ നിന്ന് നിങ്ങൾ അത് എഴുതണം. ആൻസർ കീയിൽ നമ്മൾ എല്ലാത്തിനും ആൻസറും പറയും. ഞാൻ ഇവിടെ ആൻസർ പറയുന്നില്ല. ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ മാർക്ക് ചെയ്തതല്ല. ഇനി നിങ്ങൾ ആരും കമന്റിൽ വന്നത് ശരിയല്ല, അത് തെറ്റാണ് എന്നും പറയരുത്. ഇത് ഞാൻ മാർക്ക് ചെയ്തതല്ല. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത കുട്ടി മാർക്ക് ചെയ്തതാണ് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ആരോ ആൻസർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഓപ്ഷൻ ഹരി, ഗിരി, മുരളി, രാജു കഥാപാത്രത്തിന്റെ പേര് കേട്ടോ. ബി, അച്ഛൻ വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്തെല്ലാമായിരുന്നു? ഓപ്ഷൻ എ ഓണത്തപ്പനും ഓണക്കോടിയും. ഓപ്ഷൻ ബി ഓണമുണ്ടും ഓടക്കുഴലും. ഓപ്ഷൻ സി ഓണവില്ലും ഓണക്കോടിയും. ഓപ്ഷൻ ഡി ഓടക്കുഴലും ഓണപ്പൂക്കളും. സി, മുരളിയോട് ആക്രോശിച്ച് സംസാരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ കൂട്ടുകാർ, ബി രക്ഷിതാക്കൾ, സി അധ്യാപകർ, ഡി നാട്ടുകാർ. ഡി ക്വസ്റ്റ്യൻ, അമ്പരപ്പ് കൊണ്ടും നാണം കൊണ്ടും മുരളി എന്തു ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. സാറിനെ നോക്കി നിന്നു, തറയിൽ നോക്കി നിന്നു, കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലേ, കണ്ണുകൾ ഇറുക്കി അടച്ചു എന്ന കയ്യിൽ കണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിച്ചു കേട്ടു. അടുത്തത് ഇ, സാർ വായിച്ചു തന്ന ഡയലോഗ് പറയാൻ മുരളിക്ക് കഴിയാത്തതിന്റെ കാരണം താഴെ പറയുന്നതിൽ എന്തൊക്കെയാണ്? കസേരയിൽ ഇരിക്കുന്നത് സ്വന്തം അച്ഛനാണ്. കസേരയിൽ ഇരിക്കുന്നത് സ്വന്തം സാറാണ്. ഇന്നലെ വരെ പേടിയോടെ നോക്കിയിരുന്ന സാറിനെ അച്ഛനെന്ന് വിളിക്കാനുള്ള മടി. പ്രശസ്തനായ ഒരു നടനായതുകൊണ്ട്. നമുക്കറിയാം എന്താണെന്നുള്ളത് അല്ലേ. നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞു, ഈ ഒരു വേർഡൊക്കെ അതിൽ വായിച്ചിട്ടുണ്ട്. ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാവരും ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. നിങ്ങളെല്ലാവരും പോസ്റ്റർ തയ്യാറാക്കിയോ? നമുക്ക് എ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അരങ്ങ് എന്ന പേരിൽ നാടകശില്പശാല ഡിസംബർ 30 നിങ്ങളുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നു. പ്രമുഖ നാടക കലാകാരൻ വെങ്കിട സുബ്രഹ്മണ്യനാണ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രസ്തുത പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണമെന്നൊക്കെ അറിയാലോ. എന്താണ് കണ്ടന്റ്, ഡേറ്റ്, സ്ഥലം, എന്താ പരിപാടിക്ക് വേണ്ടിയാണ് പോസ്റ്റർ, എല്ലാം അതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അടുത്തത് ബി, ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമയുടെ ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? അപ്പോൾ ആ സിനിമയുടെ ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഭൂമി എന്ന മനോഹര തീരത്ത് വന്നു ചേർന്നവരെല്ലാം അതിന്റെ അവകാശികളല്ല. ഇറാനിയൻ സംവിധായകനായ മജീദാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. പ്രകൃതിയെ സ്നേഹിച്ചാൽ തൻ്റെ ജീവസമ്പത്തിനാൽ അവ നമ്മെ അനുഗ്രഹിക്കും. കാഴ്ചപരിമിതിയുള്ള ഒരാൾ തൻ്റെ ഹൃദയം കൊണ്ട് മീൻകുഞ്ഞിനെ സംരക്ഷിക്കുന്നു. ഇതിൽ പലതും ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്തതായിട്ട് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻസർ കീയിൽ നമ്മൾ എല്ലാത്തിനും ആൻസറും പറഞ്ഞു തരുന്നതായിരിക്കും.
അടുത്ത സി ക്വസ്റ്റ്യൻ, രേഖാചിത്രങ്ങളെക്കുറിച്ച് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായി വരുന്നത്? ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന രീതിയാണ് രേഖാചിത്രങ്ങളുടേത്. പ്രകാശം കൊണ്ടുള്ള വരയാണ് രേഖാചിത്രം. പറഞ്ഞോ എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരുന്നു. പ്രകൃതിയിലെ വികാരങ്ങളെയും ഭാവങ്ങളെയും അപ്പപ്പോൾ ഒപ്പിയെടുക്കാൻ കഴിയുന്നു. അപ്പം ഇതിൽ ABCD 3 ഓപ്ഷൻസ് ഉണ്ട്. നോക്കുക ആൻസർ ഏതാ ശരിയെന്ന് കേട്ടോ. അടുത്ത 3 താരതമ്യക്കുറിപ്പാണ്. താരതമ്യക്കുറിപ്പിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു, ചിരവിയെടുത്തത് തീയിലെരിച്ചു. കുഞ്ചൻ നമ്പ്യാർ. കുണ്ടിടിഞ്ഞ് ആളപായം വന്ന് അട്ടപ്പാടി, കൂറുവാൻ കുറ്റ്യാടിയും ജബ്ബൽ ഉതിർന്ന് ചാടി, അണ്ടേ പോലെ നാടുകാണി വീണിടിഞ്ഞുകൊണ്ടേ, അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ടേ. അക്ഷരങ്ങളുടെ ആവർത്തനം, ആശയം എന്നിവ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഇതെല്ലാം നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ താരതമ്യക്കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അക്ഷരങ്ങളുടെ ആവർത്തനം, ആശയമൊക്കെ താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കണം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ B ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇവിടെ മമ്മൂട്ടിയുടെ കുറിച്ച് ചിത്രം ഉണ്ടല്ലേ, എന്താണ് എഴുതിയിരിക്കണം നോക്കാം. എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നു. മമ്മൂട്ടി. ഈ ഫോട്ടോയും കുറിപ്പും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചപ്പോൾ നടൻ മമ്മൂട്ടി പങ്കുവച്ചതാണ്. ഫോട്ടോയും നടൻ്റെ അഭിപ്രായവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഇവിടെയും ഒരു കുറിപ്പ് തയ്യാറാക്കാൻ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് 4 അഭിമുഖ ചോദ്യാവലിയാണ്. എന്താണ് അഭിമുഖ ചോദ്യാവലി? അഷ്ടപതി ഗായകനായ ഞേരളത്ത് രാമപൊതുവാളിൻ്റെ ഫോട്ടോയും അടിക്കുറിപ്പും തയ്യാറാക്കിയ പ്രശസ്ത ഫോട്ടോഗ്രാഫർ മധുരാജ് നിങ്ങളുടെ വിദ്യാലയത്തിലെ ഫോട്ടോ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു എന്ന് കരുതുക. അദ്ദേഹവുമായി നടത്തുന്ന അഭിമുഖത്തിനാവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. 5 ചോദ്യം മതി കേട്ടോ, ഉത്തരം ഇവിടെ പറയുന്നില്ല. 5 ചോദ്യങ്ങൾ മാത്രം തയ്യാറാക്കിയാൽ മതി. അപ്പം ഇത് എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏതായിരുന്നു എഴുതേണ്ടത്? 4B കുറിപ്പ് അല്ലേ. പ്രശസ്ത ചിത്രകാരന്മാരായ റസാഖ് കോട്ടയ്ക്കൽ, വിക്ടർ ജോർജ്, മധുരാജ് എന്നിവർ പകർത്തിയ ഫോട്ടോകൾ നിങ്ങൾ കണ്ടല്ലോ. അവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണ്? അതിൻ്റെ പ്രത്യേകതകളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇനി 5 ഒരു കത്താണ്. ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ കണ്ടുവല്ലോ. സിനിമയുടെ ആശയവും അവ നിങ്ങളിൽ ഉണർത്തിയ ചിന്തകളും ഉൾപ്പെടുത്തി കൂട്ടുകാരന് കത്തെഴുതുക. അപ്പോൾ കത്തെഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ആർക്കാണോ എഴുതുന്നത് അവരുടെ വേണം, അവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ പേര്, സ്ഥലം അത്രയും കൊടുത്താലെങ്കിലും മതി. നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ അതെങ്കിലും എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ആരാണ് എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത്, ഡേറ്റ്, സ്ഥലം ഇതെല്ലാം ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ വിവരണമാണ്. മുകളിൽ കൊടുത്ത ചിത്രത്തിന് ഒരു വിവരണം തയ്യാറാക്കുക. അത്രയും മാത്രമേ നമുക്കിതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മളിതിൻ്റെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതൊക്കെ എഴുതി, നിങ്ങൾക്ക് ഏതിൻ്റെ ആൻസറാണ് വേണ്ടത്, ആൻസർ കീ എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്ന് ലൈക്കും ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.